നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മേ, അമ്മ ആരംഭിച്ച കമ്പനിയാണ് ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത്രയും കാലം നമ്മുടെ കമ്പനി അഭിമാനപൂർവ്വം പ്രവർത്തിച്ചു വന്നത്. ഇപ്പൊ നമ്മുടെ കമ്പനി അമ്മ നിഷ്കർഷിച്ചിരുന്ന പാതയിൽ നിന്നും വ്യതിചലിച്ചിരിക്കുക. അമ്മേ, അമ്മയ്ക്ക് തീരെ താല്പര്യമില്ലാത്ത, അമ്മ തീർത്തും എതിർത്തിരുന്ന മേഖലയിൽ കമ്പനി ബിസിനസ് ആരംഭിക്കാൻ പോവുക. അനേകം കുടുംബങ്ങളെ കണ്ണീരിലേക്ക് ആഴ്ത്തുന്ന മദ്യ വ്യവസായത്തിലേക്ക് കമ്പനി നീങ്ങുന്നത്. പ്രഭാവതി അമ്മയെ മുൻനിർത്തി വിനയ് നടത്തിയ ആ നീക്കം ഞാനും പാർവതിയും ചേർന്ന് പരമാവധി തടസ്സപ്പെടുത്താൻ നോക്കിയതാ. പക്ഷേ ഞങ്ങൾക്കതിന് സാധിച്ചില്ല. ഞങ്ങളും പരാജയപ്പെട്ടു പോയമ്മേ. അമ്മ, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ എഗ്രിമെന്റ് തടയാൻ ശ്രമിക്കുന്ന സമയത്ത് പാർവതിയെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ടാ ശരിക്കും ഞങ്ങൾ പരാജയപ്പെട്ടു പോയത്. ഇല്ലെങ്കിൽ ഏതു വിധേനയും അത് തടസ്സപ്പെടുത്തിയനെ. പാർവതിയെ സ്വർണത്തിനു വേണ്ടി ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയതാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും അവർക്ക് പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതാരായിരിക്കും അമ്മേ? ഗുണ്ടകളെ നിയോഗിച്ച് പാർവതിയെ തട്ടിക്കൊണ്ടുപോയത് ആരാണ്? ഈ ചോദ്യത്തിനുത്തരം അമ്മ പറയേണ്ടതില്ല സർ. അത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കിക്കൂടെ? ഡിസ്റ്റിലറി ആരംഭിക്കുന്നതിലൂടെ ആർക്കാണോ ലാഭം ഉണ്ടാവുന്നത് അവര് തന്നെയായിരിക്കും എന്നെ തട്ടിക്കൊണ്ടുപോയത്. തന്നെ തട്ടിക്കൊണ്ടുപോയത് വിനയുടെ ആൾക്കാരാണെന്നാണ് താൻ പറയുന്നത്? സർ, അതില് എന്താ സംശയം? അവനും റിയയും തന്നെയാവും ഇതിന് പുറകിലും. വിനയ് അത് ചെയ്യോ? ഓഹ്, സാർ ഇത്രയ്ക്ക് ശുദ്ധനായി പോയല്ലോ. സാർ ഇങ്ങനെ അവരെ കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. തെളിവുകളില്ലാതെ അവരെങ്ങനെ സംശയിക്കും പാർവതി? അവൻ ഇങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ പ്രഭാവതി അമ്മ അറിയാതിരിക്കില്ല. അമ്മ ഒരിക്കലും ഇതിനൊന്നും അനുവദിക്കില്ല. ഇനി അഥവാ വിനയ് തന്നെയാണ് ഇതിന് പിന്നിലെങ്കിൽ അത് അവൻ അമ്മയെ അറിയിക്കാതെ ചെയ്തതായിരിക്കും. ഇനി ഇതിന്റെ പേരിൽ സാറിനോട് തർക്കിച്ചിട്ട് കാര്യമില്ല. സത്യം ഏത് വിധേനയും സാറിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക വേണ്ടത്. ഏതായാലും ഞാനിത് വെറുതെ വിടുന്നില്ല. തന്നെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് നമുക്ക് അന്വേഷിച്ചറിയണം. അതവിടെ നിൽക്കട്ടെ. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് തനിക്കറിയോ? എന്താ സർ? മുത്തശ്ശന്റെ പേരിലുള്ള ഈ കോളനിയുടെ സ്ഥാപക ദിനമാണ് നാളെ. നമ്മുടെ തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും നാളെ മുത്തശ്ശന്റെ ചിത്രത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് മുത്തശ്ശനെ ആദരിക്കുന്നുണ്ട്. നമുക്കും അവർക്കൊപ്പം ചേർന്ന് ഈ സ്ഥാപക ദിനം ഗംഭീരമാക്കണം പാർവതി. തീർച്ചയായും സർ. ദേവമ്മയുടെ അനുഗ്രഹത്തോടെ ആ ആഘോഷം വളരെ ഭംഗിയായി തന്നെ നടത്താം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.